തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്ത് വെടിവെച്ചൻ കോവിൽ എന്ന് പറയുന്ന ഒരു നാട്ടിൽ, വെടിവെച്ചൻ കോവിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആ നാട്ടിൽ ഭഗവതി നട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മോഹനന്റെയും ശ്രീദേവിയുടെയും മകനായി ജനിച്ചത് നല്ലതായിരുന്നു, ജനിച്ച വീടും നാടും ഒക്കെ നല്ലതായിരുന്നു. എന്നാൽ ജനിച്ച സമയവും നാഴികയും വിനാഴികയും ഗ്രഹനിലയൊക്കെ വച്ചിട്ട് എനിക്കും ഒരു ബുക്ക് എൻ്റെ കുടുംബജോത്സ്യൻ എഴുതി വെച്ചു. ആ പുസ്തകമാണ് എൻ്റെ കുടുംബത്തെ തകർത്തത്. എന്നാൽ നാട്ടുകാരെ, ഒരു ബുക്ക് എന്നെ തകർത്തപ്പോൾ 17ാമത്തെ വയസ്സിൽ ഞാൻ മറ്റൊരു ബുക്ക് തുറന്നു. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നത്. ഒരു ബുക്ക് എന്നെ തകർത്തു, വേദപുസ്തകം എന്റെ തകർച്ചയെ മാറ്റി. ഈ രാത്രി നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ബാക്കി മകന്റെ സാക്ഷികളായിട്ടാണ് ഞങ്ങൾ യേശുവിനെ ഉയർത്തുന്നത്. ജാതക ശാപത്തിന്റെ ആഴങ്ങളിലേക്ക് എൻ്റെ മതം എന്നെ തള്ളിവിട്ടു. എഴുതി വെച്ച വിധിയെഴുത്തുകൾക്കകത്തേക്ക് എൻ്റെ കുടുംബത്തെ തള്ളിക്കളഞ്ഞു. എഴുതി വെച്ച നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മരണകരമായ വിധികളിലേക്ക് ഒരു ദാക്ഷിണ്യമില്ലാതെ ആ ജനിച്ചു വീണ കുഞ്ഞിനെയും ആ കുടുംബത്തെയും മതം തള്ളിവിട്ടിട്ട് പറഞ്ഞു, രക്ഷയില്ല, വിമോചനമില്ല, തിരിച്ചുവരവില്ല. എന്തു ചെയ്താലും, എന്ത് കർമ്മത്താലും, എന്താചാരത്താലും, എന്തനാചാരത്താലും, എന്തനുഷ്ഠാനത്താലും തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ എൻ്റെ കുടുംബത്തെ തിരിച്ചുവരവുണ്ട് എന്ന് പറഞ്ഞത് സുവിശേഷമാണ്. ഒറ്റശേഖരമംഗലത്ത് റോഡരികത്ത് നിന്ന് കേൾക്കുന്ന ചേട്ടാ, നിന്നെ പോലെ ഏതോ ശാപത്തിന്റെ കീഴിൽ എത്ര ആചാര അനുഷ്ഠാനങ്ങൾ മാറി മാറി ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പരാജിതനെ പോലെ നിൽക്കേണ്ട അരവിന്ദ് മോഹനെ ഈ മണ്ണിൽ ഒരു ജയാളിയാക്കി കൊണ്ടുവന്നത് യേശുവാണ്. കരമടിച്ച് ശബ്ദമുയർത്തി ഈ യേശുവിനെ അനുഭവിച്ചവർക്ക് ഈ പന്തലിൻ കീഴിൽ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ശാപത്തിന്റെ ദുഃഖത്തിലേക്ക് വലിച്ചിട്ടു. ഒരപ്പൻ പറഞ്ഞു, ഇല്ല, എൻ്റെ മകനെ ഞാൻ കൈവിടില്ല. എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള ആരോഗ്യം, എനിക്കുള്ളതെല്ലാം കൊടുത്ത് എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ എൻ്റെ 7ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു. 7ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു വീഴുമ്പോൾ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി കത്തുന്ന അപ്പൻ്റെ ചിതക്കരികിൽ നിന്ന് 7 വയസ്സുകാരൻ തിരികെ വീട്ടിൽ വരുമ്പോൾ കുടുംബക്കാർ ഒന്നടങ്കം പറഞ്ഞതാണ്, കുടുംബം തകർക്കാനുണ്ടായവൻ, അപ്പനെ കൊല്ലാനുണ്ടായവൻ, കുടുംബത്തെ നശിപ്പിക്കാനുണ്ടായവൻ. എന്നാൽ ആ പറഞ്ഞവരെല്ലാം 1000 നാവുകൾ ഉയർത്തി ഇന്ന് രാത്രി പറയുന്നു, അരവിന്ദ് മോഹൻ ഞങ്ങളുടെ അനുഗ്രഹമാണ്. എങ്ങനെ? എന്റെ ജീവിതത്തിൽ എന്നെ തേടിയ എന്റെ യേശു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സ് തുറന്ന് കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. മതത്തിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് കേൾക്ക്, കാപട്യങ്ങളുടെ വസ്ത്രം അഴിച്ചു വെച്ച് കേൾക്ക്, മതഭ്രാന്ത് അഴിച്ചു വെച്ച് കേൾക്ക്, ഒരു മനുഷ്യനായി കേൾക്ക്. 8ാമത്തെ വയസ്സിൽ 28 വയസ്സുള്ള അമ്മയെയും 8 വയസ്സുള്ള എന്നെയും 3 വയസ്സുള്ള എൻ്റെ അനുജത്തിയെയും ഈ പ്രശ്നത്താൽ ഭയന്ന്, ഈ പ്രതിസന്ധി ഭയന്ന് വെടിവെച്ചൻ കോവിൽ എന്ന ദേശത്ത് നിന്ന് കുടുംബക്കാർ അടിച്ചിറക്കി വിട്ടു. മരിക്കാനിറങ്ങിയ ഒരു അമ്മയുടെ മകനാണ് ഞാൻ, മരിക്കുമെന്ന് ഉറപ്പിച്ച ഒരു അമ്മയുടെ മകനാണ് ഞാൻ. ഞാൻ മതം മാറിയവനല്ല, മരണം മാറിയവനാണ്. കരമടിക്കാമെങ്കിൽ കരമടിക്ക്. ഞാൻ മതം മാറിയവനല്ല, മരണം മാറിയവനാണ്. ഞാൻ മതം മാറിയവനല്ല, ഇരുട്ടു മാറിയവനാണ്. സുവിശേഷത്തിന് അങ്ങനെ ഒരു പരിപാടിയില്ല. എന്നാൽ സുവിശേഷം മരണത്തെ മാറ്റും, സുവിശേഷം ഇരുട്ടിനെ മാറ്റും. ഒരു ബാങ്ക് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. SBIയുടെ എക്സാംസ്, IBPS എക്സാംസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നുണ്ട്. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്ത് ഒരു മികച്ച ജോലി ഈ വർഷം തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആണ് വെരാന്ത റൈസിൻ്റെ ഓഫ്ലൈൻ കോച്ചിങ്സ്. സിലബസ് ബേസ്ഡ് ഡെയിലി ക്ലാസ്സസ്, ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലാബ് ആൻഡ് ലൈബ്രറി ഫെസിലിറ്റീസ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് വെരാന്ത റൈസിൻ്റെ ഓഫ്ലൈൻ കോച്ചിങ്. സോ ഇനിയും ആലോചിച്ച് നിന്ന് സമയവും കരിയറും പാഴാക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന എക്സാം, ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന എക്സാം. ഞാനത് പറയുമ്പോൾ തന്നെ LDC എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അല്ലേ?
10th, 12th ഡിഗ്രി എന്നിങ്ങനെ വിവിധ യോഗ്യതയുള്ളവർ കാത്തിരിക്കുന്ന LDC എക്സാം നോട്ടിഫിക്കേഷൻ ദേ ഇങ്ങെത്തിപ്പോയി. പുതിയ SCERT NCERT സിലബസ് ഏറ്റവും പുതിയ ടെക്നിക്സിലൂടെ പഠിച്ച് LDC എക്സാം ക്രാക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ചിൽ. We provide mentor support, individual faculty attention, study room facility, rank file. ഈ വരുന്ന മൺഡേ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. നീണ്ട വർഷങ്ങൾ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ, ചെന്നു കയറാൻ ഒരു വീടില്ലാതെ, ആമേൻ 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 ഒന്ന് സഹായഹസ്തം ചോദിക്കാൻ ഒരു ബന്ധുക്കളുമില്ലാതെ എല്ലാവരും കൈവിട്ട് കളഞ്ഞപ്പോ മരണം മാത്രം മുഖാമുഖം കണ്ട് ശാപത്തിന്റെ അടിമയായി തുറന്ന സ്ഥലത്തെല്ലാം എൻ്റെ ജാതകം ആരൊക്കെ തുറന്നവരെല്ലാം എനിക്ക് പ്രതികൂലമായി സംസാരിച്ച് 17 വയസ്സായപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുത്ത് ഞാൻ തന്നെ ഒരു അടിമയായി എന്തിന് ജനിച്ചു എന്തിന് ജീവിച്ചു എന്നിങ്ങനെ തുടങ്ങി വല്ലാത്തൊരു ശാപത്തിൽ ഞാൻ പോയപ്പോൾ 17 വയസ്സുള്ള ഞാൻ ട്രിവാൻഡ്രത്ത് അരുവിക്കര എന്ന് പറയുന്ന ഡാമൊക്കെ ഉള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു കൊച്ചു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു 65 വയസ്സുള്ള അമ്മച്ചി എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടൊരു വാക്ക് പറഞ്ഞു, മോനെ നിനക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി ദേശമേ, ഇവരെന്തിനാ ഈ ശബ്ദം ഉയർത്തി പറയുന്നേ? ഇവരെന്തിനാ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നേ? ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടൊരു വാക്ക് പറഞ്ഞതാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്നെ ആര് വിടുവിക്കും? അമ്മച്ചിനോട് പറഞ്ഞു, നിന്നെ യേശു വിടുവിക്കും. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന അഭിഷക്തന്റെ അടുക്കൽ ഞാൻ എൻ്റെ ജാതകം തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്നെക്കുറിച്ച് എഴുതിയതാണ്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ എനിക്ക് വിരോധമാണ്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ എനിക്ക് പ്രതികൂലമാണ്. നിങ്ങൾ എന്തു പറയുന്നു? ആ ദൈവദാസൻ തൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, എനിക്കെതിരെ എഴുതിയത് മുഴുവൻ പ്രതികൂലമാണ്, എനിക്കെതിരെ എഴുതി വച്ചത് മുഴുവൻ വിധിയെഴുത്തുകൾ പ്രതികൂലമാ എങ്കിൽ ഞാനൊരു സന്തോഷ വാർത്ത പറയാം. നിന്നെക്കുറിച്ചൊരു വിധി ഇതിലെഴുതിയിട്ടുണ്ട്. അത് നിനക്ക് പ്രതികൂലമല്ല, നിനക്ക് അനുകൂലമാണ്. ഈ മനുഷ്യനോട് പറഞ്ഞു, മോനെ നിന്നെക്കുറിച്ച് ഇതിലെഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചില്ല. ആ മനുഷ്യനോട് ചോദിച്ചു, മോനെ നിന്നെക്കുറിച്ച് ജാതകത്തിൽ എപ്പോഴാണ് എഴുതിയേ? ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചതിന് ശേഷം. ജനിക്കുന്നതിന് മുമ്പല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് എഴുതണമെങ്കിൽ ഞാൻ ജനിക്കണം, ജനന സമയം കിട്ടിയാലേ ഇത് എഴുതുള്ളൂ. ആ മനുഷ്യനോട് പറഞ്ഞു, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് വളരെ വളരെ ആകാംക്ഷയായി തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ആ മനുഷ്യൻ ബൈബിൾ തുറന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നു, തൻ്റെ പേനായി എടുത്തൊരു വാക്യത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തു, എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. അന്നാദ്യമായി ഞാൻ ബൈബിൾ കൈകൊണ്ട് പിടിക്കുകയാണ്. അന്നാദ്യമായി ഞാൻ ബൈബിളിലേക്ക് നോക്കുകയാണ്. അദ്ദേഹം അണ്ടർലൈൻ ചെയ്തിരുന്ന വാക്യം ഇങ്ങനെയാണ്: യഹോവ പറയുന്നു, എൻ്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 17 വർഷം ഒരു ശാപത്തിനകത്ത് വിഴുങ്ങപ്പെട്ടവനായി നിന്ന ഞാൻ ഈ ഒറ്റ വാക്യം വായിച്ചപ്പോൾ, ഞാൻ ജനിച്ചത് ശാപത്തിനല്ല, ഞാൻ ജനിച്ചത് തകർച്ചയ്ക്കല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം എന്നെ ജനിപ്പിച്ചു എന്ന വാക്യം എൻ്റെ നാവ് കൊണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടായി. ആ ശാപത്തിനകത്ത് നിന്ന് ഞാൻ പുറത്തു വരുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ഈ വേദപുസ്തകം വായിക്കാം, ആർക്കും തുറന്നു വായിക്കാം. ആരും നിന്നെ അടിക്കില്ല, ആരും നിന്നെ കൊല്ലില്ല, ആരും നിന്നെ കത്തിക്കില്ല. നീ ഒന്ന് വായിച്ചു നോക്ക്. നീ ഇത് വായിക്കുമ്പോൾ ഈ വചനം നിന്നെ പിടിച്ചെടുക്കും, ഈ വചനം നിന്നെ വിടുവിക്കും, ഈ വചനം നിന്നെ സ്വതന്ത്രമാക്കും. അന്നാദ്യമായി ആ വചനത്തിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ശപിക്കപ്പെട്ടവനല്ല. ആ വചനത്തിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ ജനിച്ചിരിക്കുന്നു. കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ കൈവച്ചിട്ട് പറ, ഇതിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ആ വേദപുസ്തകത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ഇതിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്തെഴുതിയിരിക്കുന്നു അതാണ് ഞാൻ. അതായിരുന്നു എൻ്റെ രൂപാന്തരം.
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ഞാൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞ പുസ്തകം ഞാൻ മടക്കി. ഞാനൊരു മഹത്വമാണെന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ചുമന്നു. ഈ വചനം എന്നെ ജീവിപ്പിച്ചു. ഈ വചനം എന്നെ എഴുന്നേൽപ്പിച്ചു. ഈ വചനം എനിക്ക് ധൈര്യം നൽകി. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി. ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് ഞാൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ പോയത് ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചതിന് ശേഷമാണ്. എൻ്റെ കുടുംബം ഏറ്റവും തകർന്നു. അമ്മയെയും പെങ്ങളെയും പോറ്റാൻ വിദ്യാഭ്യാസം മടക്കി വെക്കേണ്ടി വന്നു. ഒരമ്മയെയും പെങ്ങളെയും പോറ്റാൻ ട്രിവാൻഡ്രം പട്ടണത്തിൻ്റെ തെരുക്കോണിൽ റോഡ് ടാർ ചെയ്യുന്ന ജോലി കണ്ടിട്ടുണ്ടോ? ആ ടാർ പണിക്ക് 2.5 വർഷം നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. എൻ്റെ കുടുംബം പോറ്റാൻ ഗതിയില്ലാതെ, കുടുംബം എഴുന്നേൽപ്പിക്കാൻ ഗതിയില്ലാതെ, എല്ലാം തകർന്നവനായി, എല്ലാ സ്വപ്നങ്ങളും തകർന്നവനായി തിരിച്ചു വരുമ്പോഴും ഈ വചനം എനിക്ക് പ്രത്യാശ നൽകി. ഈ വചനം എനിക്ക് ധൈര്യം നൽകി. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ, നീ തിരിച്ചു വരും. ഇത് കഷ്ടതയില്ലാത്ത ജീവിതമല്ല, ഇത് പ്രതികൂലമില്ലാത്ത ജീവിതമല്ല. പക്ഷെ എത്ര വലിയ കഷ്ടത വന്നാലും അതിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ജയത്തോടെ നിൽക്കുന്ന ജീവിതമാണിത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, എങ്കിലും നിങ്ങൾക്ക് ജയമുണ്ട്. കഷ്ടതയുള്ളവന് ജയമുണ്ട്, കഷ്ടതയുള്ളവന് ജയമുണ്ട്. കരമടിച്ചോ, ശബ്ദം ഉയർത്തിയോ, ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ നടു റോഡിൽ പണിയെടുത്ത് റോളറിൻ്റെ പിറകെ വെള്ളം ഒഴിച്ച് ഈ റോഡ് ക്ലീൻ ചെയ്യാൻ ഇത്ര നീളത്തിലെ ചൂല് കൈ തരും. ഇന്നാണ് ലേറ്റസ്റ്റ് മെഷീൻസ് ഉള്ളത്. അന്ന് മെഷീൻസ് ഒന്നുമില്ല. ഈ ചൂല് കൊണ്ട് റോഡ് വൃത്തിയാക്കണം. ആ നടു റോഡിൽ ഈ ജോലിക്കാരോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഇതെല്ലാം ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി ആ പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്രയോ ദിവസങ്ങൾ ഇരുന്ന് കരയുമ്പോഴും എൻ്റെ അകത്തൊരാൾ ശബ്ദിക്കുമായിരുന്നു, ഇതല്ല നിന്റെ ക്ലൈമാക്സ്, ഇതല്ല നിന്റെ ജീവിതം, ഇതിനെല്ലാം ഒരു മാറ്റം വരും. കാരണം നീ നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു ഉണ്ടായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ധൈര്യപ്പെടുവീൻ, നിങ്ങൾക്കൊരു മഹത്വമുണ്ട്. എന്നെ പോലെ കഷ്ടത അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട്. നീണ്ട വർഷങ്ങൾ എല്ലാവരുടെ മുമ്പിൽ തലതാഴ്ത്തി, എല്ലാവരും മുമ്പിൽ ലജ്ജിക്കപ്പെട്ടു. കുടുംബക്കാർ ഒന്നടങ്കം കളിയാക്കി. യേശുവിനെ കാണാൻ പോയവനാ, പെന്തക്കോസ്തിൽ പോയവനാ, തീർന്നില്ലേ. എന്നാൽ 2014 പുത്തരിക്കണ്ട മൈതാനിയിൽ അരവിന്ദ് മോഹൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അതേ കുടുംബക്കാർ ഒന്നടങ്കം പറയേണ്ടി വന്നു, ഇത് തീർന്നതല്ല, ഇത് തുടങ്ങിയതാണ്. ഈ രാത്രി, ഈ കൺവെൻഷൻ രണ്ടാമത് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് തീരുകയല്ല, ഇത് തുടങ്ങുകയാണ്. തിരുവനന്തപുരത്തിന്റെ അഭിഷക്തനാക്കി ദൈവം എന്നെ മടക്കിക്കൊണ്ടുവരുമ്പോൾ എന്നിലൂടെ ആയിരങ്ങളെ ജീവിപ്പിക്കാൻ, അനേകം കുടുംബങ്ങളെ എന്നെ ഒരു അത്ഭുതമാക്കാം. ഒരു കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റിയതാണ് ഈ സുവിശേഷം. ഒരു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനെ ആയിരക്കണക്കിന് വീടുകളുടെ ശാപം മാറ്റാൻ ദൈവം ഉപയോഗിച്ചതാണ് ഈ സുവിശേഷം. ഒരിക്കലും സ്നേഹിക്കപ്പെടാൻ കഴിയാത്തവനെ ആയിരങ്ങളെ ജീവിപ്പിക്കാൻ അവനെ മാറ്റിമറിച്ചതാണ് ഈ സുവിശേഷം. ഇതെങ്ങനെ ഞാൻ പ്രസംഗിക്കാതിരിക്കും? വിശ്വസിക്കുക, യേശു ഒരു മതമല്ല, യേശു ഒരു സംഘടനയല്ല, യേശു ഒരു പ്രസ്ഥാനമല്ല, യേശു ഒരു അനുഭവമാണ്. തകർന്നവന്റെ കണ്ണീരൊപ്പുന്ന അനുഭവം. കൂടി നിൽക്കുന്നവരെല്ലാം കല്ലെറിയാൻ കല്ലുമായി വരുമ്പോൾ, കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചിട്ട് മരണത്തിനകത്തു നിന്ന് ജീവനിലേക്ക് പറഞ്ഞു വിടുന്ന ജീവന്റെ നായകനാണ് എൻ്റെ യേശു. പറയാൻ ഒട്ടനവധിയുണ്ട്. നാളെ രാവിലെ വരെ നിന്ന് പറഞ്ഞാലും തീരാത്തതാണ് അനുഭവം. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയും. കുറെ ആളുകൾ പറഞ്ഞത്